വാർത്തകൾ വായിക്കുന്നത് അലീന. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നിന്ന് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന നീക്കം ചെയ്യാൻ ആരംഭിച്ച നടപടികൾ റദ്ദാക്കി. ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഹമാസും ഇസ്രായേലും. ജയിലുകളിൽ ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാഠമാക്കി ചൈനീസ് ക്രിസ്തീയ സമൂഹം. സൂറത്തിൽ പെന്റക്കോസ് ചർച്ചിന് നേരെ ആക്രമണം. പെന്റക്കോസ് സഭകളെ ക്രൈസ്തവ സഭാ വിഭാഗമായി അംഗീകരിക്കാൻ ന്യൂനപക്ഷ കമ്മീഷന്റെ ശുപാർശ. സയൻ ക്രിസ്ത്യൻ ചർച്ചിന്റെ 2025 വാർഷിക ദിനം നടക്കുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് അതിനായി ഒരുമിച്ച് ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. വാർത്തകൾ വിശദമായി. സൺഡേ സ്കൂൾ, VBS, ഔട്ട്റീച്ച് മിനിസ്ട്രി, ടൂർ പ്രോഗ്രാം തുടങ്ങിയവ അനുഗ്രഹകരമായി തക്ക സമയത്ത് നടക്കുവാൻ എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് റാൽസൺ രാജു ഞങ്ങളുടെ ലേഖികമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കി. ടൂർ പ്രോഗ്രാമിന്റെ നടത്തിപ്പിനായി സിസ്റ്റർ ജിനു, ബ്രദർ ടിജോ, ബ്രദർ ജിബിൻ ആൻഡ് സിസ്റ്റർ പ്രിൻസു എന്നിവരെ അഭിനന്ദിക്കുന്നു. പെർത്ത് പെന്റക്കോസ്റ്റൽ അസംബ്ലി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ക്രിസ്തീയ പ്രവർത്തനമായ ഗ്ലോറിയ പെർത്ത് എന്ന ഇവന്റ് മൂലം അനേകർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ജലസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ബലറാട്ട് ക്രിസ്ത്യൻ ചർച്ചിൽ സൺഡേ സ്കൂൾ ആനിവേഴ്സറി അനുഗ്രഹകരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളുടെ ലേഖിക അലൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളായി അലൻ നമ്മൾക്ക് വേണ്ടി ലൈനിൽ ചേരുന്നതാണ്. ഹലോ അലൻ, കേൾക്കാമോ? അതെ അലീന, കേൾക്കുന്നുണ്ട്. സയൻ ക്രിസ്ത്യൻ ചർച്ചിലെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി എങ്ങനെ നടക്കുന്നു, അതൊന്ന് വിശദീകരിക്കാമോ അലൻ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പ്രൗഢഗംഭീരമായി സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആരംഭിച്ചു കഴിഞ്ഞു. ലേഡീസ് വിംഗ് ചുമതലയിലുള്ള സിസ്റ്റർ റീന, സിസ്റ്റർ ജിൻസി, സിസ്റ്റർ സിനി ഇവരുടെ പ്രവർത്തനങ്ങൾ സൺഡേ സ്കൂൾ ആനിവേഴ്സറി അനുഗ്രഹമായി നടത്തുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. എടുത്തു പറയേണ്ട സംഗതി അലീന, ഇവിടെയുള്ള ദൈവമക്കളുടെ ഓരോ മനസ്സോടുള്ള പ്രവർത്തനങ്ങളും ഐക്യതയും ഈ ചർച്ചിന്റെ അനുഗ്രഹത്തിന്റെ ഒരു മൂല കാരണമാണ്. സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റർ പ്രിയ ജോബി, സിസ്റ്റർ കെസിയ മിഥുൻ, സിസ്റ്റർ കെസിയ അനു ഇവരുടെ പ്രവർത്തനങ്ങൾ സഭയുടെ ഭാവി പരിപാടികൾക്ക് വിലമതിക്കാനാവാത്തതാണ്. സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ അവസാന വിഭവ സമൃദ്ധമായ ഭക്ഷണവും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഗിഫ്റ്റുകളും നൽകുന്നുണ്ട് എന്നറിയുന്നു. സയൻ ക്രിസ്ത്യൻ ചർച്ച് ആനിവേഴ്സറി സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ സ്മിജുവിനോടൊപ്പം ലേഖിക അലൻ. അലൻ, ഒത്തിരി നന്ദി. വളരെ വിശദമായുള്ള ഈ വിവരങ്ങൾക്കായി ഒത്തിരി നന്ദി പറയുന്നു അലൻ. ഇനി നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തുടരാം. സ്വാതേറിയ വിവിധ തരം പാർശ്വഫലങ്ങളില്ലാതെ പിസ്സ ലഭിക്കുന്ന ബാലററ്റിലെ ഏക സ്ഥാപനം ക്രസ്റ്റ് പിസ്സ ഷോപ്പ്. പ്രൊപ്പറേറ്റർ ബ്രദർ ടോം മാത്യു, ബാലററ്റ്. ഏത് സാധനവും ഏത് സമയത്തും എവിടെയും ഓൺലൈനിൽ എത്തിച്ചു കൊടുക്കുന്ന ബാലററ്റിലെ വിശ്വസ്ത സ്ഥാപനം. സമീപിക്കുക ബ്രദർ ടിജോ ആൻഡ്രൂസ്, ബാലററ്റ്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഈ പട്ടണത്തിലെ ഒരേയൊരു ട്രാൻസ്പോർട്ട് സർവീസ്. ബന്ധപ്പെടുക ബ്രദർ ജുബിൻ ജോസ്. ബൈബിൾ സംബന്ധമായ എല്ലാവിധ സംശയ നിവാരണത്തിനും പ്രാർത്ഥനകൾക്കും സമീപിക്കാം ഇവാഞ്ചലിസ്റ്റ് റാൽസൺ രാജു, ബാലററ്റ്. വാർത്തകൾ തുടരുന്നു. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നിന്ന് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന നീക്കം ചെയ്യാൻ ആരംഭിച്ച നടപടികൾ റദ്ദാക്കി. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ലേഖിക സിസ്റ്റർ ജിൻസി നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ ജിൻസി, കേൾക്കാമോ? കേൾക്കുന്നുണ്ട് അലീന. ജിൻസി, തുടർന്ന് വിവരങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഓസ്ട്രേലിയൻ പാർലമെന്റിലെ ഉപരിസഭയായ സീനേറ്റിലെ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ഗ്രീൻസ് പാർട്ടിയാണ് രംഗത്ത് വന്നത്. 120 വർഷത്തിലേറെയായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് പാകിസ്ഥാൻ വംശജയായ ഗ്രീൻസ് പാർട്ടി MP മെഹ്റിൻ ഫാറൂഖാണ്. എന്നാൽ 2025 പാർലമെന്റ് സെക്ഷൻ ആരംഭിച്ചപ്പോൾ സീനറ്റിലെ ഭൂരിപക്ഷം ആൾക്കാരും മെഹ്റിൻ ഫാറൂഖിന്റെ ആവശ്യം റദ്ദാക്കുവാൻ ഒന്നടങ്കം തീരുമാനിച്ചു. പാർലമെന്റിൽ നിന്ന് ക്യാമറാമാൻ നെവിനോടൊപ്പം ജിൻസി ടോം. ഒത്തിരി നന്ദി ജിൻസി. ഇനി നമുക്ക് വെതർ റിപ്പോർട്ടിലേക്ക് കടക്കാം. ആത്മീയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഓസ്ട്രേലിയയിൽ ഈ നാടുകളിൽ വരണ്ട ആത്മീയ കാലാവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
പെർത്ത്, ബ്രിസ്ബെയിൻ എന്നിവിടങ്ങളിൽ ആത്മീയ ചൂട് അല്പം ഉയരുന്നതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. മെൽബണിൽ, പ്രത്യേകിച്ച് വിന്റർ വാലി, ലൂക്കസ് എന്നിവിടങ്ങളിൽ ആത്മീയ താപം വളരെ കുറയുന്നതായി അറിയുന്നു. ബലററ്റിലും പരിസര പ്രദേശങ്ങളിലും ആത്മീയ അന്തരീക്ഷം മേഘാവ്യതമായി കാണുന്നു. അടുത്ത ചില ദിവസങ്ങളിൽ ഒരു ആത്മീയ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇവാഞ്ചലിസ്റ്റ് രാജു ജോർ വന്നതിനു ശേഷം ചെറിയ ഇളം കാറ്റ്, ചൂട് കാറ്റ് ബലാററ്റിൽ അടിക്കുന്നതായി നാം ഇപ്പോൾ കാണുന്നു. പ്രാർത്ഥന കുറഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈശാനമൂലൻ ആഞ്ഞടിക്കാനും സാധ്യതയുള്ളതായി ഞങ്ങളുടെ ആത്മീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കഴിയുന്ന എല്ലാവരും നമ്മുടെ 7 മണി തൊട്ട് 7:30 വരെ നടത്തപ്പെടുന്ന മോർണിംഗ് പ്രയറിൽ സംബന്ധിക്കണമെന്ന് പെർത്ത് പെന്റക്കോസ്റ്റൽ അസംബ്ലി നയിക്കുന്ന പാസ്റ്റർ ജോർജ് മാത്യു ഒരു പത്രക്കുറിപ്പിൽ അറിയിക്കുവാനിടയായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓസ്ട്രേലിയൻ പാർലമെന്റിൽ നിന്ന് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന നീക്കം ചെയ്യാൻ ആരംഭിച്ച നടപടികൾ റദ്ദാക്കി. ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഹമാസും ഇസ്രായേലും. ജയിലുകളിൽ ബൈബിൾ വാക്യങ്ങൾ മനഃപാഠമാക്കി ചൈനീസ് ക്രിസ്ത്യ സമൂഹം. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നമുക്ക് അടുത്ത സൺഡേ സ്കൂൾ ആനിവേഴ്സറിയിലേക്ക് നടത്താം. അടുത്തോടെ നന്ദി, നമസ്കാരം.